അർജന്റീന ടീം വരില്ല, മെസ്സിയെ കാണാനും പറ്റില്ല. ഇതിപ്പോ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന്റെയൊക്കെ പേരിൽ മറ്റു പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. അതിൽ എന്തുകൊണ്ട് പലരുടെയും ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള മറുപടിയില്ല. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓരോന്നും മാതൃഭൂമി ന്യൂസ് ഇന്നത്തെ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കരാർ ഒപ്പിടാതെയാണ്. ഈ മാസം 9-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഈ കരാറിനെ കുറിച്ച് ധാരണയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ത്രികക്ഷി കരാറിന് ധാരണ ഉണ്ടാക്കിയതല്ലാതെ അതിൽ ഒപ്പിട്ടിരുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കരാറും ഇല്ലാതെയാണ് കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയതും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതും. അർജന്റീനയും മെസ്സിയും നവംബറിൽ കേരളത്തിൽ എത്തില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയാകുന്നത്. ഒട്ടനവധി കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കരാർ ഉണ്ടായിരുന്നോ ഇതിൽ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന സുപ്രധാന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊരു കരാറില്ലാതെയാണ് ഈ സ്പോൺസർക്ക് ഈ നവീകരണത്തിനായി സ്റ്റേഡിയം നൽകിയത് എന്നതാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നിരുന്നു. കരാറിലേക്ക് പോകാൻ ധാരണയായതുമാണ് എന്നതാണ് അറിയുന്നത്. പക്ഷേ അതിലേക്ക് പിന്നീട് പോയില്ല. ഒരു ത്രികക്ഷി കരാറാണ് ഉദ്ദേശിച്ചിരുന്നത്. SKF, സ്പോൺസർ, GCDA എന്നിവർ ഉൾപ്പെടുന്ന ഒരു കരാർ, ആ കരാറിലേക്ക് ഒപ്പുവെക്കാനായിരുന്നു ധാരണ. പക്ഷേ ടീം വരില്ല, അർജന്റീന ടീം വരില്ല എന്ന് വ്യക്തമായതോടുകൂടി ആ കരാർ പിന്നീട് ആ കരാറിലേക്ക് പോയില്ല എന്നതാണ് ബോധ്യമായിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിഷയം സജീവ ചർച്ചയായ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം സ്പോൺസർ പറഞ്ഞത് ഒരു കരാർ ഉണ്ട് എന്നതായിരുന്നു. SKFുമായി, സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് തങ്ങൾക്ക് കരാറെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല എന്നതാണ് ഇതിലൂടെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. കരാറില്ല. കരാർ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. നവംബർ മാസം 30 വരെ GCDA ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട്, ഇതിന്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും SKFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. SKF എന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് GCDA കൂടി പെർമിഷൻ കൊണ്ട് നടത്താൻ പറഞ്ഞു. അത് നടത്തുന്നു, അത്രേ ഉള്ളൂ. മാത്രമല്ല SKF ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും പ്രതികരിച്ചിട്ടില്ല. മന്ത്രിയും ഒരു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുമില്ല. മറിച്ച് GCDA ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പ് വളരെ വിശദമായിരുന്നെങ്കിലും കരാറിനെ കുറിച്ച് കമാന്നൊരക്ഷരം അതിൽ പറയുന്നുണ്ടായിരുന്നില്ല. സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച്, അതായത് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് അയച്ചിരുന്നു ആ സ്റ്റേഡിയം സജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇതോടൊപ്പം തന്നെ കായിക വകുപ്പിൽ നിന്നും ഒരു കത്ത് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം വിട്ടു നൽകി എന്നതാണ് അതിൽ പറയുന്നത്. അപ്പോഴും കരാറിനെ കുറിച്ച് കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിരുന്നില്ല. എന്തായാലും ഒരു പൊതുസ്ഥാപനമാണ് GCDA, അവരുടെയാണ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയം അവിടെ എന്ത് ജോലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഒരു സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കരാർ വേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായും വരുന്നത്. ഇപ്പോൾ സ്പോൺസർ പറയുന്നത് 30-ക്കകം ഈ ജോലികൾ ചെയ്ത് തീർത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ ആരിതിൽ റെസ്പോൺസിബിലിറ്റി, ആരിതിൽ ഉത്തരവാദിത്തം വഹിക്കുമെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തം തന്നെയാണ്. ക്യാമറമാൻ ബിനു പാമയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.